ഒരു രാഷ്ട്രമെന്ന സങ്കല്പത്തിനകത്ത് വ്യത്യസ്തങ്ങളായ ചിന്തകളെ സാംശീകരിക്കുവാൻ പറ്റാത്ത വിധത്തിൽ ഓരോന്നിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന നിയമങ്ങൾ മതപരമായും പൗരനെന്ന നിലയിൽ സാർവലൗകികമായും വ്യക്തിക്ക് നിയമപരമായ വേറുകൃത്യങ്ങളും വേറിട്ടുള്ള അവകാശങ്ങളും ഒക്കെ സങ്കീർണതകളെ പ്രാപിപ്പിക്കുവാൻ ഭരണഘടനയെ വരെ വൈശ്യവൽക്കരിച്ച് നൽകുവാൻ നമ്മുടെ രാഷ്ട്രത്തിന് കഴിയും. വൈശ്യൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏതൊരു നിയമത്തെയും വേറൊരു നിയമം കൊണ്ട് നേരിടാവുന്ന വിധത്തിൽ നമ്മുടെ ഭരണഘടന കോൺട്രവേഴ്ഷ്യലായി. ഒരു നിയമം വേറൊരു നിയമത്തിൻ്റെ പട്ടികയിൽ വരുമ്പോൾ, അതായത് സർവസമത്വം എന്ന ഒരു നിയമം ഉണ്ട് എങ്കിൽ, അത് മൗലികമാണെങ്കിൽ, ആർക്കെങ്കിലും ഏതെങ്കിലും വേതനാവേളയിൽ കൊടുക്കുന്ന ഒരു ആനുകൂല്യം ആ വേതനാവേളയ്ക്ക് പുറത്തൊരവകാശമായി മാറിയാൽ ആദ്യത്തെ നിയമം തകർന്നു പോകും. ശരിയാണ് സാർ. പക്ഷേ ഈ അവകാശങ്ങൾ പലപ്പോഴും കവർന്നെടുക്കുവാൻ പാകത്തിന് കച്ചവട സംഘങ്ങൾ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടാവും. അവരുടെ പിണിയാളന്മാരായ നിയമജ്ഞന്മാരുണ്ടാവും. പണത്തിനു വേണ്ടി അവരുടെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാവുന്ന ന്യായാസനങ്ങളുണ്ടാവും, ഭരണാധികാരികളുണ്ടാവും. ഇപ്പോൾ ഒരു ഭരണകൂടം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറങ്ങളിൽ കച്ചവടക്കാരൻ കറങ്ങുന്നുണ്ടെന്നറിഞ്ഞു വേണം ഒരു ജനതയുടെ ഭാഗധേയങ്ങളെ നിശ്ചയിക്കുവാനുള്ള നിയമനിർമ്മാണവും പഠനവും വിദ്യാഭ്യാസവും ആരോഗ്യവും സംസ്കരിച്ചെടുക്കാൻ. പക്ഷെ ഫലത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ആദ്യം വീട്ടിലിരുന്ന് പഠിച്ച ഗുരുകുലങ്ങളിൽ പഠിച്ച ഗുരുകുലങ്ങളെയും വീടിനെയും മാറ്റിമറിച്ചു കൊണ്ടുവന്ന കലാശാലാ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന തന്തുക്കളായ ഗവൺമെൻറ് സ്കൂളുകൾ ഉണ്ടാക്കി ആ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് സ്വകാര്യ വിദ്യാഭ്യാസ സംസ്കൃതിയിലേക്ക് മാറിയപ്പോൾ പഠിപ്പിക്കലിലും സിലബസ് നിശ്ചയിക്കലിലും ഒക്കെ ഈ സ്വകാര്യ സംരംഭകർക്ക് സ്ഥാനമുണ്ടായി. അതിൻ്റെ അവസ്ഥയിൽ 2 വയസ്സിൽ കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങി. പണ്ട് എന്തിനെ എതിർത്തുവോ അത് വളരെ താഴെ തുടങ്ങി. പണ്ട് പഠിച്ചത് മൗലികമായ മനസ്സിനെയും മറ്റു കാര്യങ്ങളെയുമാണ് അവൻ കുട്ടിക്കാലത്ത് ഓതിപ്പഠിച്ചത് എങ്കിൽ ഇന്ന് അതിനു പകരം ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നോ പ്രധാനമന്ത്രിയായിരുന്നോ ഒരു കളിക്കാരനായിരുന്നോ കളിക്കെത്ര സ്കോറാണെന്നോ അതുമല്ലെങ്കിൽ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത ആളാരാണ് വിജയിച്ചതാരാണെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ ഈ വളരെ ചെറുപ്രായത്തിൽ അവൻ്റെ ഉപഭോക്തൃ സംസ്കൃതിക്ക് അനുഗുണമായി അവൻ്റെ ആശകളെ വളർത്താൻ തുടങ്ങി. മനഃപ്പാഠമാക്കാൻ വേണ്ടി ശീലിക്കുകയാണ്. അതവൻ്റെ മസ്തിഷ്കത്തിൽ വരുത്തിയ പരിണാമങ്ങൾ, അവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വരുത്തിയ പരിണാമങ്ങൾ, അവൻ്റെ അറിവിൻ്റെ രംഗങ്ങളിലുണ്ടാക്കിയ പരിണാമങ്ങളൊന്നും മനഃശാസ്ത്രകാരന്മാരും മതങ്ങളും ഭരണാധികാരികളും കാണാതെ പോയത് കച്ചവടക്കാരൻ്റെ ടിപ്പുകൾക്ക് മേലാണ്. വിദ്യാഭ്യാസ സംസ്കൃതിയെ ക്ലർജിയും വ്യവസായവും ഒരുമിച്ച് ചേർന്ന് ഭരണം നടത്തിയപ്പോൾ ഒരു ജനതയുടെ സ്വത്വം നഷ്ടപ്പെടുന്നത് അവർ പോലും അറിഞ്ഞില്ല.